ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മക്കയിൽ നിന്നും വന്ന മഹാനുഭാവനാണ് മഞ്ഞക്കുളം വലിയുല്ലാഹി ഖാജാ ഹുസൈൻ വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി. ബ്രിട്ടീഷുകാരോട് പടപൊരുതി ഷഹീദായ മഹാനായ ഖാജാ ഹുസൈൻ വലിയുല്ലാഹിൽ മഞ്ഞക്കുളം. അദ്ദേഹത്തിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന കറാമത്താണ് ഇന്നും നമുക്ക് മഞ്ഞക്കുളത്തിങ്ങൽ പോയാൽ കാണാൻ കഴിയുന്നത്. മഹാനായ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിനോട് വെള്ളക്കാരനോട് ഏറ്റുമുട്ടിയ മഹാനുഭാവൻ മഹാനായ മഞ്ഞക്കുളം ഹുസൈൻ വലിയുല്ലാഹി തങ്ങൾ. അദ്ദേഹത്തിന് കിടക്കുന്ന സ്ഥലം മഞ്ഞക്കുളം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ബ്രിട്ടീഷുകാരോട് പടവെഴുതി മഞ്ഞക്കുളം എന്ന് പറയുന്ന കുളം വന്ന് തെളിഞ്ഞ നിറത്തിലുള്ള വെള്ള നിറത്തിലുള്ള, ഇന്ന് സാധാരണ നാം കാണാറുള്ള വെള്ള നിറത്തിലുള്ള കുളമായിരുന്നു. പക്ഷേ ആ കുളത്തിന് സമീപം വെള്ളക്കാരോട് ബ്രിട്ടീഷ് പട്ടാളത്തിനോട് ഏറ്റുമുട്ടിയപ്പോൾ മഹാനായ ഖാജാ ഹുസൈൻ വലിയുല്ലാഹി എവിടെ വെച്ച് ഷഹീദാകുകയാണ്. അന്ന് മുതലാണ് ആ കുളം മഞ്ഞക്കുളമായി മാറിയത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ വലിയുല്ലാഹിയുടെ മഞ്ഞക്കുളം ഖാജയുടെ കറാമത്താണ് ആ കുളം. പക്ഷേ ഇപ്പോൾ ആ കുളമൊക്കെ നികത്തപ്പെട്ടിരിക്കുന്ന സാധനം ഇപ്പോൾ അവിടെയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചൊല്ലുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള കുളമായിരുന്നു അവിടെ. ആ കുളം ഇതാ ഇപ്പോൾ നികത്തപ്പെട്ട് കുളം എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന കറാമത്തുകൾ അത് അപ്പോൾ അവിടെ കാണുകയാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാരോട് പൊരുതി ഷഹീദായി എന്ന് മാത്രമല്ല, ആ സമയം കുളം പോലും അവിടെ ആ ഔലിയാക്കന്മാർ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ആളുകൾക്ക് ഒരു കറാമത്തായിക്കൊണ്ട് അവിടെ ആ കുളം മഞ്ഞക്കുളമായി മാറുകയാണ്. വെള്ള നിറത്തിലുള്ള കുളം കറാമത്ത് എന്നും അവശേഷിക്കുന്നു. നമ്മളെപ്പോലത്തെ ചില ആളുകൾ അതൊക്കെ മണ്ണിട്ട് മൂടി നിരത്തിപ്പോയി എന്നർത്ഥം. അപ്പോൾ അതിന് മഞ്ഞക്കുളം എന്ന് പേരെന്നെ വരാൻ കാരണം അതായിരുന്നു. മഹാനായ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വന്ന മഹാനായ ഹുസൈൻ വലിയുല്ലാഹി മഞ്ഞക്കുളം ഖാജാ അവിടെ വഫാത്തായി. ബ്രിട്ടീഷുകാരോട് പടപൊരുതി ഷഹീദായപ്പോൾ അവിടെ ഷഹീദായതിൻ്റെ ആ സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ആ കുളം തന്നെ വെള്ള നിറത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ മഞ്ഞ നിറത്തിലായി മാറിയത്. ബഹുമാനപ്പെട്ട ഹുസൈൻ വലിയുല്ലാഹി ഖാജാ തങ്ങളോടുള്ള ആദരവ് കണ്ടോ.